ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന കോടതിയിലെത്തുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ മുകുന്ദനോട് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നീയെ മുകുന്ദനെയും കൊണ്ട് കോടതിക്കകത്തേക്ക് പോയെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചെല്ല്, പിന്നാലെ ഞാനും വരുന്നുണ്ട്. ഈ കേസ് വെറുതെ ആവില്ലെന്ന് SIക്കും വക്കീലിനും അറിയാമല്ലോ. നോൺ ബെയിൽ ഒഫൻസ് ആണ്, സുഖവാസത്തിന് സബ് ജയിലിലേക്ക് പോവാം നിനക്ക് എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതിനു പിന്നിൽ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് എന്ന് അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, ആർക്ക് വ്യക്തമാണെന്ന്. അച്ചുപ്പ പറയുന്നുണ്ട്, എല്ലാവർക്കും വ്യക്തമാണ്. നിങ്ങൾ ഒരു 2-3 പേരൊഴികെ ബാക്കി എല്ലാവരും പൊട്ടന്മാരാണെന്ന് കരുതരുത് മിസ്റ്റർ എന്ന് അച്ചു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദനെതിരെ പ്രവോക്ക് ചെയ്ത് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് രുക്കു എന്ന് അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, ഇവന് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചത് എങ്ങനെയാണ് ഒരു പ്രകോപനമാവുന്നത്? ഇതിനർത്ഥം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നുള്ളത് മുകുന്ദന്റെ കുഴപ്പം എന്നല്ലേ എന്ന് വിജയ് ശങ്കർ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കുവും വരുന്നുണ്ട്. ദേഷ്യം വന്ന് മുകുന്ദൻ പറയുന്നുണ്ട്, സൂക്ഷിച്ച് സംസാരിക്കുകയെന്ന് വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, കണ്ടോ, കോടതിയിലേക്ക് പോകുമ്പോഴും ഇവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇതിലും തരം താഴ്ന്ന രീതിക്കാണ് തന്റെ അനിയത്തി എന്നോട് സംസാരിച്ചത് എന്നങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതോടെയാണ് എന്റെ അനിയത്തി ഇങ്ങനെ മാറിയത്, അത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കുഴപ്പമാണെന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ അനിയത്തിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായതാണെന്ന് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കല്യാണ ദിവസം തന്നെ ഗർഭവും പറഞ്ഞ് അച്ചുവിനെ കൊണ്ട് ഇവൾ താലി കെട്ടിച്ചില്ലേ, നിങ്ങളുടെ കുടുംബക്കാരുടെ സ്റ്റാൻഡേർഡ് തന്നെ അതാണെന്ന് മുകുന്ദൻ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദ മിണ്ടാതിരിക്കെ, നീയൊന്നും പറയണ്ട എന്ന് പറയാണ്. പിന്നീട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഇതിന് പിന്നിലെല്ലാം ആരാണെന്നും ഇതിന്റെ പിന്നിലുള്ള ഗുണ്ടകൾ ആരാണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. എനിക്കെന്തായാലും ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, എനിക്കതിനോട്ട് താല്പര്യവുമില്ല. അച്ചു, ഈ മുകുന്ദനെയും കൊണ്ട് എന്ന് പറഞ്ഞ് അർച്ചനയും അച്ചുവും മുകുന്ദനും അവിടെ നിന്നും പോവുകയാണ്. ജയശങ്കർ ആണെങ്കിൽ കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ രുക്കുവിനോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ പോവണ്ട, പോവാൻ വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ കോടതിയിൽ രുക്കു കൊടുത്ത പരാതിയുടെ മേൽ കേസ് വാദിക്കുകയാണ്. ജഡ്ജി പരാതി വായിച്ചുകൊണ്ട് മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ എന്ന്. മുകുന്ദനപ്പോ അതേ എന്ന് പറയുന്നുണ്ട്. തെളിവുകളും സാക്ഷികളും ഉള്ളതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. പരാതിക്കാരി എത്തിയിട്ടുണ്ടോ എന്ന് ജഡ്ജി അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും രുക്കു മുന്നോട്ടേക്ക് വരികയാണ്. അങ്ങനെ ജഡ്ജി രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, പരാതിക്കാരി രുക്മണി ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഉണ്ട്, ഞാൻ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ജഡ്ജി മുകുന്ദനോട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, പൂർവ്വം അല്ല സാർ, സംഭവിച്ചു പോയതാണ്. നീ എന്റെ ഭാര്യ എന്ന സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഒരു സഹോദരി എന്ന പോലെ തല്ലിപ്പോയതാണ് എന്നങ്ങനെ മുകുന്ദൻ പറയുന്നതും രുക്കു പറയുന്നുണ്ടോ, അല്ല, എന്നെ ഇയാൾ മനഃപൂർവ്വം അടിച്ചതാണ്, ഇതിനു മുന്നേയും തല്ലിയിട്ടുണ്ട് എന്ന് രുക്കു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, യുവർ ഓണർ, വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ ഇവിടെ എക്സാഗ്രേറ്റ് ചെയ്യുകയാണെന്ന് അർച്ചന പറയുമ്പോൾ ജഡ്ജി ഇടയിൽ കയറി പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ പരാതിക്കാരിയെ തല്ലിയെന്ന് പ്രതി സമ്മതിച്ചുവല്ലോ വക്കീലെ, ഇതൊരു ഗാർഹിക പീഡനമാണ്, അതറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി അങ്ങനെ വിധി വായിക്കുകയാണ്. പ്രതി മുകുന്ദൻ കൃഷ്ണനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതും അർച്ചനയും അച്ചുവും മുകുന്ദൻ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. വിജയ് ശങ്കറിനും രുക്കുവിനുമാണെങ്കിൽ ഒരുപാട് സന്തോഷാവുകയാണ്. അതിനുശേഷം അർച്ചന സങ്കടപ്പെട്ട് കോടതിക്ക് പുറത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരികയാണ്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, തൊണ്ട വരളുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തരാം, കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മരിക്കാൻ കിടക്കുന്ന സമയത്തും നിങ്ങളുടെ കൈ കൊണ്ട് തരുന്ന വെള്ളം ഞാൻ കുടിക്കില്ല. നിങ്ങൾ എന്തിനാണ് കോടതിയിൽ വരുന്നത്? വക്കീൽ പണി ചെയ്യാനാണോ അതോ ഞാനിരിക്കുന്നിടത്ത് വന്ന് ഇറിറ്റേഷനായി സംസാരിക്കാനാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാൻ കോടതിയിൽ വരുന്നത് എന്റെ കക്ഷിയെ കേസിൽ നിന്ന് ജയിപ്പിക്കാനാണ്, ഈ വരുന്നതോ കക്ഷികളെ ജയിലിലേക്ക് അയക്കാനും എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദനെ കോടതി തടവ് ശിക്ഷ വിധിച്ചിട്ടില്ല, റിമാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളുടെ അനിയത്തി കൊടുത്ത പരാതിയുടെ പേരിലും മുകുന്ദൻ അവളെ തല്ലുകയായിരുന്നില്ല, അവനെ പ്രകോപിക്കുകയായിരുന്നു നിങ്ങളുടെ അനിയത്തി, അവനെ ഈ കേസിൽ പെടുത്താൻ വേണ്ടി എന്ന് അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അത് ഇവിടെ വെച്ചല്ല പറയേണ്ടത്, കോടതിക്കകത്ത് വെച്ച് തെളിയിക്കണമായിരുന്നു, ഇനി കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇനി അധികം വർത്തമാനം പറയണ്ട. എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് സന്തോഷിക്കാം, കുഞ്ഞനിയൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൊന്നനിയൻ ജയിലിലേക്ക് പോകുന്നു. ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ കാണാനിരിക്കുന്നേയുള്ളൂ. ചേട്ടനെ അനിയൻ തന്നെ പോലീസ് ജീപ്പിലേക്ക് ആനയിക്കും
ആഗ്രഹിക്കുന്നു എന്നതുള്ളതാണ് ആദ്യത്തെ ഹൈലൈറ്റ്. അച്ചുവിന്റെ പോലീസ് ഉദ്യോഗം നീ കുറെ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നതല്ലേ, പക്ഷേ കുടുംബത്തിലുള്ളവരെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് നീ ഓർത്തില്ല. എന്തായാലും എൻ്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറയാം. ഇന്ന് മുകുന്ദനെ നിന്റെ അനിയൻ അറസ്റ്റ് ചെയ്തു പോലെ നാളെ നിന്നെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്യിക്കും. ഇതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കും. ഒക്കപ്പിലല്ല, നിന്നെ ഞാൻ ജയിലിലെത്തിക്കുമെന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ജയിലിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് തടവ് ശിക്ഷയിൽ നിങ്ങളും അഴിക്കുള്ളിലുണ്ടാവുമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചുവും മുകുന്ദനും വരികയാണ്. അച്ഛൻ എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, പോയിട്ട് വാ, ഇനി എന്താണ് വേണ്ടതെന്ന് ചേച്ചി ആലോചിക്കട്ടെ, വിഷമിക്കണ്ട, ഞാൻ നിന്നെ വന്ന് കാണാം, രമ്യയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അർച്ചന മുകുന്ദനെ ആശ്വസിപ്പിക്കുകയാണ്. അച്ചു അപ്പൊ പോകാം ചേട്ടാ എന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, പോകാൻ വരട്ടെ, ഈ സംഭവത്തിന്റെ പേരിൽ രുക്കുവിന് അമ്പാട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുമ്പോൾ അച്ചു വിജയ് ശങ്കറിനെ പരിഹസിക്കുകയാണ്. അയ്യോ ഞാൻ പേടിച്ചു, മുകുന്ദേട്ടനും ചേച്ചിയും പേടിച്ചായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അച്ചു മുകുന്ദനെയും വിളിച്ചുകൊണ്ട് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. കാഴ്ച കണ്ട് സങ്കടപ്പെട്ട് അർച്ചന അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം രുക്കുവും ചന്ദ്രയും പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, സത്യം പറയാലോ രുക്കു, എനിക്കിപ്പം നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനാണ് തോന്നുന്നത്. ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് നീ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കി എന്ന് ചന്ദ്ര പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, പക്ഷേ ആ മരക്കൈ കൊണ്ടുള്ള അയാളുടെ അടി കുറച്ച് കടുപ്പമായിരുന്നു, ശരിക്കും എന്റെ കവിള് പുകഞ്ഞു പോയി, മഴ വീണു പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ രുക്കു അങ്ങനെ കവിളിൽ തൊട്ട് പറയാണ്. എന്തായാലും കുഴപ്പമില്ല, അയാളെ അകത്താക്കാൻ പറ്റിയില്ല എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രുക്കു ഇനി ശ്രദ്ധിക്കണം, ജേട്ടനോ ഞാനോ പുറത്തുനിന്ന് പാരവെക്കുന്നത് പോലെയല്ല നിന്റെ കാര്യം, ഇപ്പോ അമ്പാട്ട് വീട്ടിലെ ഒരു അംഗമാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണം ഉണ്ടാവും. സഹോദര സ്നേഹത്തിന്റെ കാര്യവും പറഞ്ഞ് അർച്ചന അച്ചുവിനെതിരെ നിന്നെ തിരിക്കാൻ നോക്കും. അച്ഛൻ ഇനി സമാധാനത്തോടെ ഉറങ്ങാൻ പാടില്ല, എല്ലായിടത്തും നാണം കെടണം, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന വക്കീലെന്നാണ് അവൾ അറിയപ്പെടുന്നത്, ഇനി സ്ത്രീ പീഡനത്തിന് നിൽക്കുന്ന ഒരാളാണെന്ന് അറിയപ്പെടണം അവളെ, ഇതിനുള്ള വഴി ഉണ്ടാക്കണമെന്നൊക്കെ ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയാണ്. അതിനുശേഷം ഒരു മീഡിയക്കാര് അർച്ചനയെ ഇന്റർവ്യൂ ചെയ്യാനായി അർച്ചനയുടെ വക്കീൽ ഓഫീസിലേക്ക് എത്തുകയാണ്. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ അർച്ചന പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, മുൻവിധിയോടുകൂടിയ ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിമിഷം ഇന്റർവ്യൂവിൽ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്തിരിക്കും, കുറെ പേരുടെ മുന്നിൽ മുഖം കാണിക്കണമെന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടണമെന്നും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. ശരി എങ്കിൽ പിന്നെ ഇന്റർവ്യൂ തുടങ്ങാമെന്ന് പറഞ്ഞ് അർച്ചനയും മീഡിയക്കാരും അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അർച്ചനയോട് മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിക്കുകയാണ്. സ്ത്രീ സമത്വത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരാളായിട്ടാണ് അർച്ചനയുടെ ഇമേജ് സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു പ്രതിച്ഛായയാണോ അത് എന്നവര് ചോദ്യം ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇമേ തന്നെ പറയാം, എനിക്കങ്ങനെ സ്വന്തമായി PR വർക്കൊന്നുമില്ല, തരത്തിലുള്ള ഇമേജും സൃഷ്ടിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും വേണമെന്നത് എന്റെ മാത്രമല്ല എല്ലാവരുടെയും താല്പര്യമാണ്, എല്ലാവർക്കും അത് ആഗ്രഹവുമുണ്ട്, ഞാനൊരു സാമൂഹിക പ്രവർത്തകയല്ല, ഒരു അഭിഭാഷകയാണ്, തന്റെ മുന്നിൽ വരുന്ന കേസുകൾ നയവും നീതിയും നോക്കി തെരഞ്ഞെടുക്കാൻ ഒരു വക്കീലിന് കഴിയും, ഞാൻ അതാണ് ചെയ്യുന്നത് എന്ന് അർച്ചന പറയാണ്. അപ്പോഴേക്കും മാധ്യമപ്രവർത്തക ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ കേസിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതിലെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒരുപാട് പ്രലോഭനങ്ങളും ഒരുപാട് ഭീഷണികളും എനിക്കുണ്ടായിട്ടുണ്ട്, ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ആ കേസുകളുമായി മുന്നോട്ട് പോയത്, മാധ്യമങ്ങളിൽ നിന്നായാലും എനിക്ക് നല്ല പിന്തുണയാണ് കിട്ടിയത് എന്ന് അർച്ചന പറയാണ്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഇങ്ങനെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു അഭിഭാഷകയുടെ വീട്ടിൽ തന്നെയാണ് സ്ത്രീത്വത്തിനെതിരെ ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത്, ഗാർഹിക പീഡന കേസിൽ നിങ്ങളുടെ സ്വന്തം അനിയനാണ് പ്രതി, ഇവിടെ എന്തുകൊണ്ടാണ് താങ്കൾ മൗനം പാലിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ ചോദ്യത്തിന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ഈ കാര്യത്തിൽ ഞാൻ മൗനം പാലിക്കുന്നുവെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്, അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് നിന്ന് തരുമായിരുന്നോ, ആരെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് പ്രതികരിക്കാൻ കഴിയൂ, നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ അനിയനെ ഗാർഹിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, എന്നാൽ സഹോദരൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു, അതിന് പിന്നാലെ ബാക്കിയുള്ളവരും പോകുന്നു, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പക്ഷെ ഞാൻ എന്റെ അനിയനെ ന്യായീകരിക്കുന്നില്ല, സാഹചര്യം എന്തായിരുന്നാലും അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കൊണ്ട് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവന് കിട്ടണം, എന്നെ പ്രതിരോധിക്കാൻ ഒരു വളഞ്ഞ വഴിയും ഞാൻ സ്വീകരിക്കില്ല എന്ന് അർച്ചന പറയുമ്പോൾ അടുത്ത ചോദ്യം
ചോദിക്കുകയാണ്, ഇനി ഒരു കാര്യം കൂടി, നിങ്ങളുടെ സഹോദരന്റെ ഭാര്യയുമായി നിങ്ങൾ അത്ര രസത്തിലല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ആരാണ് പറയുന്നത്? ഇതെല്ലാം നിങ്ങൾ എവിടെ നിന്നാണ് കേട്ടത്? ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മുൻവിധിയോടെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ന്യൂനായ ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത്. എന്നാലും ഞാൻ ഈ ചോദ്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല, അതിനുള്ള ഉത്തരം ഞാൻ തരാം. എനിക്ക് 3 സഹോദരന്മാരാണുള്ളത്. അവർക്ക് ഓരോ ഭാര്യമാരും പെൺകുട്ടികളെ കൂടപ്പിറപ്പുകളായിട്ടാണ് ഞാൻ കാണുന്നത്. രസക്കേടും അവരോട് ആരോടുമായിട്ട് എനിക്കില്ല. എന്താ ഓക്കെ അല്ലേ, മതിയോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം ജെയ്ക്കയും സുമിത്ര ടീച്ചറും കൂടി മുകുന്ദന്റെ കേസിനെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചർ അങ്ങനെ പറയുന്നുണ്ട്, വാർത്ത കേട്ടാൽ മുകുന്ദനെ കുറിച്ചേ ഉള്ളൂ, എന്തൊക്കെയാണ് ഓരോ മാധ്യമങ്ങളും പറഞ്ഞുണ്ടാക്കുന്നത്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്നും അവരന്വേഷിക്കുന്നില്ല. സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമാവുമ്പോഴേ അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാവൂ. പാവം മുകുന്ദന്റെ ഭാര്യ കൊച്ചുങ്ങളില്ലാത്തതിന്റെ സങ്കടമാണ്. അതിന് അർച്ചനയുടെ കാര്യം പറയണോ? ങ്ങളമാരെന്ന് വെച്ചാൽ ആ കൊച്ചിന് ജീവനാണ്, കഷ്ടകാലമാണ് എന്നും ആ പാവത്തിന്. മോനെ, നീ ഒരു കാര്യം ചെയ്യേ, അർച്ചനയൊന്ന് വിളിക്കേ, അവളെ വിളിച്ച് 2 വാക്ക് ആശ്വസിപ്പിക്കേ, അവളെ ആശ്വസിപ്പിക്കാൻ വേറെ ആരുമില്ലല്ലോ എന്ന് സുമിത്ര ടീച്ചർ അങ്ങനെ പറയുമ്പോ ജെ.കെ പറയുന്നുണ്ട്, ഇത് വേണ്ട, അമ്മ വിളിക്കേ, അമ്മ വിളിച്ച് സംസാരിക്കേ എന്നങ്ങനെ ജെ.കെ പറയുന്നത് മധുബാല അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മധുബാല അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എന്താ അർച്ചനയെ ജെ.കെക്ക് വിളിച്ചൂടെ, വിളിച്ചിട്ട് സമാധാനായിരിക്കും മോളെ എന്ന് 2 വാക്ക് പറയും, എല്ലാം നേരെ ആവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാമെന്നും പറയും. ഈ സമയം ജെ.കെയാണ് വിളിക്കുന്നതെങ്കിൽ ദഹനത്തിന് ജീവിത തത്വങ്ങൾ, ഇത് ജനങ്ങളുടെ മനഃശാസ്ത്രം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇത് അർച്ചനയുടെ മനസ്സിനൊരു തണുപ്പാവും. എങ്കിൽ പിന്നെ അർച്ചനയെ ഞാൻ വിളിച്ചു തരട്ടെ എന്ന് മധുബാല അങ്ങനെ ചോദിക്കുമ്പോ ജെ.കെ പറയുന്നുണ്ട് വേണ്ട എന്നങ്ങനെ പറയാണ്. മധുബാല ഇപ്പൊ വീണ്ടും പറയുന്നുണ്ട്, നല്ല സുഹൃത്തുക്കളെ എപ്പോ വേണമെങ്കിലും വിളിക്കാലോ, ഇതിനെയാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അർച്ചനയെ വിളിച്ച് ഞാൻ ഫോൺ തരാം, ജെ.കെ സംസാരിക്കുക എന്ന് പറയുമ്പോ ജെ.കെ പറയുന്നുണ്ട്, വേണ്ടെന്നല്ലേ പറഞ്ഞത്, വിളിക്കണ്ട എന്ന് പറയാണ്. മധുബാല ഇപ്പൊ പറയുന്നുണ്ട്, അതൊക്കെ ജെ.കെയുടെ ഇഷ്ടം, വിളിക്കണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മധുബാല അകത്തേക്ക് പോവുകയാണ്. സുമിത്ര ടീച്ചർ അപ്പോ ജെ.കെയോട് നീ എന്താണ് അർച്ചനയെ വിളിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. ജെ.കെ ഇപ്പൊ പറയുന്നുണ്ട്, ഇതെല്ലാം മധുബാലയുടെ ഒരു തന്ത്രമാണ് അമ്മേ, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് അവള്, അതിത് നല്ല ഉദ്ദേശത്തോടൊന്നുമല്ല എന്ന് ജെ.കെ പറയുമ്പോ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, അങ്ങനെയാണോ, ഞാൻ അത്രയും ചിന്തിച്ചില്ല മോനെ എന്ന് പറയാണ്. പിന്നീട് അർച്ചന ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രമ്യയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടും എന്നാൽ അതുപോലെ തന്നെ അർച്ചനയോട് ദേഷ്യം വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അർച്ചനയെ അങ്ങനെ കാണുന്നതും രമ്യക്ക് ആകപ്പാട് ദേഷ്യം വരികയാണ്. അർച്ചന പോയി രമ്യയോട് സംസാരിക്കുന്നുണ്ട്, രമ്യ നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോ രമ്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല, മറ്റൊരാളുടെയും മാനസികാവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവില്ല, നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചേച്ചി എപ്പോഴും ആലോചിക്കുന്നത്, മാരുടെയും അവരുടെ ഭാര്യമാരുടെയും മോളുടെയും പുകഴ്ത്തലുകൾ കേട്ടുകൊണ്ടിരിക്കണം ചേച്ചിക്ക് എപ്പോഴും, അതാണ് ചേച്ചിയുടെ ആവശ്യം, ഇതിലാണ് ചേച്ചി സന്തോഷം കണ്ടെത്തുന്നത്. പലരും നിങ്ങളുടെ സ്വാർത്ഥതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരെയെല്ലാം ഞാൻ തിരുത്തി, പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വളരെ സങ്കടത്തോടെ രമ്യ അങ്ങനെ അർച്ചനയോട് പറയാണ്. ഇതെല്ലാം കേട്ട് രമ്യയെ നോക്കി അർച്ചനയും സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.